ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബിസിനസ് ലോകം കീഴടക്കിയ ധീരുഭായ് അംബാനിയുടെ ജീവിതകഥ നമ്മെ സംബന്ധിച്ച് വലിയ പ്രചോദനമാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് വിജയത്തിലേക്കുള്ള ദീർഘമായ യാത്രയിൽ ധീരുഭായിയുടെ ജീവിതത്തിലെ ചില വികാരഭരിതമായ മുഹൂർത്തങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1932 ഗുജറാത്തിലെ ചെറിയ ഗ്രാമമായ ചോർവാദിൽ ജനിച്ച ധീരുഭായിയുടെ ബാല്യകാലം ഒട്ടേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞായിരുന്നു. പിതാവിൻ്റെ ശമ്പളം മതിയാവാത്തതിനാൽ സ്കൂൾ കഴിഞ്ഞ് പലവിധ ജോലികൾ ചെയ്താണ് അദ്ദേഹം കുടുംബത്തെ സഹായിച്ചത്. കുടുംബത്തിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കാനായി ധീരുഭായി ചെറിയ പ്രായത്തിൽ തന്നെ കഠിന പ്രയത്നം ചെയ്തു വന്നു. ഈ ജീവിതാനുഭവം അദ്ദേഹത്തെ കൂടുതൽ കരുത്തുറ്റതാക്കി. 1950 വെറും 300 രൂപയുമായിട്ടാണ് ധീരുഭായി യമനിലേക്ക് യാത്രയാവുന്നത്. യമനിൽ അബ്ബാസെ എന്ന കമ്പനിയിൽ ക്ലറിക്കൽ സമാനമായ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നു. നല്ല ചുറുചുറുക്കുള്ള ഒരു എംപ്ലോയായി അദ്ദേഹം അവിടെ ജോലി ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ ജോലി മാത്രമല്ല ചെയ്തത്, മറ്റു പണികൾ നോക്കി നടത്തുകയും അതോടൊപ്പം തന്നെ ആ ജോലികളെല്ലാം പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒത്തിരി ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഈ ജോലി കഴിഞ്ഞാൽ ബാക്കി സമയങ്ങളിൽ അടിച്ചു പൊളിക്കാനോ മറ്റു വിനോദങ്ങൾക്ക് പോകാനോ അദ്ദേഹം തയ്യാറായില്ല. പകരം അവിടെ തന്നെയുള്ള ഒരു ഗുജറാത്തിയുടെ വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നു. അത് കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇറക്കുമതിയും കയറ്റുമതിക്കും ആവശ്യമായ പേപ്പർ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുന്നത്, എങ്ങനെയാണ് ബുക്ക് കീപ്പിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാങ്ക് ഇടപാടുകളുമായി ബന്ധിപ്പിച്ച് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അദ്ദേഹം പഠിക്കുന്നത് ഈ കമ്പനിയിൽ നിന്നായിരുന്നു. തനിക്കും സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തണം എന്ന അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു അദ്ദേഹം ഈ കഷ്ടപ്പാടുകളെല്ലാം കഴിച്ചത്. 1966 ഇന്ത്യയിലേക്ക് മടങ്ങിയ ധീരുഭായി ഒരു ചെറിയ വസ്ത്ര വ്യാപാര സ്ഥാപനമായ റിലയൻസ് സ്ഥാപിച്ചു. ബിസിനസ്സിൽ പ്രാപ്തി കാണിച്ചും അവിശ്വസനീയമായ വിൽപ്പന പ്രാപ്തിയിലൂടെയും അദ്ദേഹം വേഗത്തിൽ ശ്രദ്ധ നേടി. 1977 റിലയൻസ് പബ്ലിക് ലിസ്റ്റ് ചെയ്തു. ധീരുഭായ് വിപണിയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചപ്പോൾ വലിയ പ്രയത്നവും കഠിനാധ്വാനവും പ്രതിബദ്ധതയും മാർഗരേഖയായി. റിലയൻസ് പബ്ലിക് ലിസ്റ്റ് ചെയ്ത ദിവസം ധീരുഭായിയുടെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവും അത് അദ്ദേഹത്തിൻ്റെ ദീർഘകാല പ്രയത്നത്തിൻ്റെ ഫലമായിരുന്നു. പെട്രോ കെമിക്കൽ മേഖലയിലേക്ക് റിലയൻസ് പ്രവേശിച്ചതോടെ ധീരുഭായിയുടെ കഠിന പ്രയത്നം വീണ്ടും പ്രതിഫലിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ കമ്പനി എന്ന സ്ഥാനം നേടി. 1985 പെട്രോ കെമിക്കൽ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത ദിവസം അദ്ദേഹം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഉയർത്താനുള്ള പ്രയത്നത്തിൻ്റെ തുടക്കമാണ് എന്ന് പറഞ്ഞു. പലരും ധീരുഭായിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സമർപ്പണവും വിശ്വാസവും അതിനെ മറികടന്നു. ഒരിക്കലും തോൽക്കരുത്, ഓരോ തോൽവിയിലും ഒരു പാഠമുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. എതിരാളികളുടെ ആക്ഷേപങ്ങളെയും പ്രയാസങ്ങളെയും മറികടന്ന് വിജയിച്ചത് പ്രയാസങ്ങൾക്കിടയിലും ധീരതയോടെ മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയ പ്രചോദനമായിട്ടുണ്ട്. ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ സങ്കല്പങ്ങളും കഴിവുകളും സമന്വയിപ്പിക്കാൻ അറിയണമെന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ അനുഭവത്തിലും ഒരു പാഠമുണ്ട്, അതിൽ നിന്നും നാം പാഠം പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ എന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വളരെയേറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ വിജയത്തിന് പിന്നിലുള്ളത് എൻ്റെ പരാജയങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ധീരുഭായ് അംബാനി ഒരു സാങ്കല്പിക ശക്തിയാണ്, സംരംഭകത്വത്തിൻ്റെ മാതൃകയാണ്. രത്തൻ ടാറ്റയുടെ വാക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ മഹാനായ ബിസിനസ് മാന്ത്രികൻ എന്ന രീതിയിൽ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. 2002 ധീരുഭായ് അംബാനി അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ബിസിനസ് മഹത്വവും ഇന്നും നിലനിൽക്കുന്നു.
അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ധീരതയും ഇന്നത്തെ സംരംഭകർക്കും ബിസിനസ് രംഗത്തേക്ക് പുതുതായി എത്തുന്നവർക്കും പ്രചോദനമാകാറുണ്ട്. ധീരുഭായ് അംബാനിയുടെ ജീവിതം നമുക്ക് എത്രയോ പാഠങ്ങൾ നൽകുന്നു. സ്വപ്നങ്ങൾ കാണാൻ നാം ഭയക്കരുത്, അതിനായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് ഇന്നും പ്രചോദനമാണ്. പ്രയാസങ്ങൾ നമ്മെ താഴേക്ക് തള്ളുന്നതല്ല, ഉയരത്തിലേക്ക് ഉയർത്തുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ധീരുഭായ് അംബാനിയുടെ കഥ നമ്മൾ ഓരോരുത്തർക്കും പ്രചോദനമാണ്. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയെയും മറികടന്ന് വിജയത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മാതൃകയാണ്. ഈ വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധീരുഭായ് അംബാനിയുടെ ജീവിതം നമ്മൾ എല്ലായിടത്തും ഒരു പ്രചോദനമായി സൂക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.